ശിരോവസ്ത്ര വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൽപര്യമെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളിലും പ്രവേശനം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നതിൽ സർക്കാരിനും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ശിരോവസ്ത്രം ധരിക്കാനുള്ള കുട്ടിയുടെ അവകാശത്തിനൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉത്തരവാദി മാനേജ്മെന്റാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. കുട്ടിക്ക് മാനസികമായും ശാരീരികത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നടന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ചിദ്രശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിവീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതേസമയം ഹിജാബ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ആരോപണം. ഇന്ന് ഫേസ്ബുക്കിൽ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. തികച്ചും മുസ്ലിം ലീഗിൻ്റെ 2 നേതാക്കന്മാരാണ്. അത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന്റെ നിലപാട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്ന് AP സമസ്ത വിമർശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള മഹല്ല് കോൺഫെഡറേഷൻ കുറ്റപ്പെടുത്തി. അതിനിടെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി ലഭിച്ചു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.